ഹലോ, കുറേ ദിവസം കഴിഞ്ഞിട്ടായിട്ട് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത്. വയ്യായിരുന്നു, എല്ലാവർക്കും വൈറൽ ഫീവറും പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു പാരസിറ്റമോൾ കഴിച്ചാലും മാറുന്ന പനിയൊന്നുമല്ല. ഒരു 4-5 ദിവസം പനിച്ചിട്ടേ മാറുള്ളൂ. അങ്ങനത്തെ ഒരു പനിയായിരുന്നു കേട്ടോ. അതെല്ലാവർക്കും ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ക്രിസ്മസിൻ്റെ സമയത്ത് തലേദിവസമൊക്കെ ആയിട്ട് കൊടിമരം വെട്ടലും കൊടിമരം അമ്പലത്തിൽ കൊണ്ടുപോകലും അതിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ആയിട്ട് സമയത്തൊക്കെ എല്ലാവർക്കും ഇങ്ങനെ തുടങ്ങി ഉണ്ണിയേട്ടനൊക്കെ പനിയൊക്കെ ഒന്നൊന്ന് മാറി അമ്മയ്ക്ക് ഇങ്ങനെ തുടങ്ങി വന്നു. അമ്മയ്ക്ക് ആ സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു, വയ്യായികയായിരുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞിനെ എനിക്ക് അങ്ങനെയായിട്ട് എല്ലാവർക്കും വന്നു. അച്ചയ്ക്കും പനി. നമുക്കൊക്കെ പാരസെറ്റമോൾ കഴിച്ചില്ലെങ്കിൽ പനിക്ക് ഒരു 3-4 ദിവസം പാരസെറ്റമോൾ കഴിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പനി അങ്ങ് മാറി കഴിയുമ്പോഴത്തേക്ക് ഒരു ചുമയുണ്ട് കേട്ടോ. ചുമ ആണെങ്കിൽ പോകുന്നുമില്ല, മാറുന്നേ ഇല്ല കേട്ടോ. എന്തൊക്കെ നമ്മൾ മരുന്ന് കഴിച്ചിട്ട് ചുമ മാത്രം ഒരു രക്ഷയില്ല. കുഞ്ഞിനാണേലും അമ്മയ്ക്കാണേലും അത് അമ്മയൊക്കെ ചുമച്ച് അമ്മയുടെ ഈ ഒരു വയറിൻ്റെ താഴെയൊക്കെ നീര് പോലെ ആയിട്ടോ. അത്ര ചുമയാണ്. എനിക്കും ചുമ പിടിച്ചു. ചുമ മാത്രമല്ല, അതിൻ്റെ കൂടെ ഛർദിയും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് വയറും കൂടെ ഉള്ളതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. വയറും വേദന, അടിവയറും മോളും ഒക്കെ വേദന കേട്ടോ. നമ്മളിങ്ങനെ പ്രഷർ കൊടുക്കല് ചുമയ്ക്കാനും ഛർദ്ദിക്കാനൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൊക്കെ പോയി കാണിച്ചു. എന്നിട്ടും കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ മദർ കെയറിൽ സ്കാനിങ്ങിന് പോകണമായിരുന്നു. പിന്നെ ഡോക്ടറെ കാണിക്കാനുള്ള ഡേറ്റ് 31-ാം തീയതി ആയിട്ടോ പോയത്. അപ്പോൾ അന്ന് എപ്പോഴും ചുമയ്ക്കുള്ള മരുന്നൊക്കെ വാങ്ങിയപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഏകദേശം ഓക്കെ ആയിട്ടിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. എന്നാലും അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. പനിയൊക്കെ അങ്ങ് വിട്ടു, എന്നാലും ഈ ചുമ, ജലദോഷം, അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഹോസ്പിറ്റലൊക്കെ മാറി പോയി ഇപ്പോൾ ഇതെല്ലാവരും ഓക്കെ ആയി വരുന്നു. പിന്നെ തണുപ്പും നന്നായിട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ കാലാവസ്ഥ മാറുന്നതിൻ്റെയും ഈ വൈറൽ ഫീവറിൻ്റെ തന്നെയാണ്. ഇതൊരു വല്ലാത്ത വൈറൽ ഫീവർ ആട്ടോ. നമുക്ക് മാത്രമല്ല, ഇവിടെ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഉണ്ട്. ഇങ്ങനെ പനി മാറാതിരിക്കുക. നമ്മളിന്ന് രാവിലെ വീട്ടിൽ മിക്കവാറും കഞ്ഞി തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പയർ പറിക്കാനായിട്ട് വന്നതാണ്. നമ്മുടെ വീട്ടിൽ തൊട്ടപ്പുറത്ത് തന്നെ പറമ്പ് കണ്ടത്തിലേ നമ്മുടെ അടുത്ത ചേട്ടൻ പയറിട്ടുണ്ടായിരുന്നു കേട്ടോ. പയറായിട്ടുണ്ട്, വന്ന് പറിക്കുകയാണെങ്കിൽ പറിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടനും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പയർ പറിക്കാനായിട്ട് വന്നതാണ്. എല്ലാവരും മിക്കവാറും കഞ്ഞി തന്നെയാണ് വരുന്നത്. ചോറ് ഇതൊക്കെ കുറവാണ്. അപ്പോൾ പയർ നമുക്ക് പറിച്ചിട്ട് പോയി മെഴുക്ക് പുരട്ടി തോരൻ എന്തെങ്കിലുമൊക്കെ വെക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പയർ പറിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ പോയിട്ട് നമുക്ക് കുറച്ച് പയർ പറിച്ചിട്ട് വരാം. അപ്പോൾ ഇതാ പയർ പറിച്ചെടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല മൂത്ത വലിയ പയർ നോക്കിയിട്ടാണ് പറിച്ചെടുക്കുന്നത്. ഓ, രണ്ട് കളറിലുള്ള പയറുണ്ട്. ഒന്നൊരു പച്ചപ്പയറും പിന്നൊന്ന് നല്ല പച്ചയും പിന്നൊന്ന് കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു പച്ചയും. കുറച്ച് പയർ മതിയിട്ട് തോന്നുന്നു, നമുക്ക് ആവശ്യത്തിന് തോരൻ വെക്കാനുള്ളതാവും. നല്ല നീളമുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള പയറൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ ഇത് 2 ദിവസം തോരൻ വെക്കാനുള്ള അത്രയും പയറുണ്ട്. ആവശ്യത്തിൽ കൂടുതലുണ്ട് പയർ. അത്യാവശ്യം വലുപ്പമുണ്ട്. നമുക്ക് പിന്നെ തോരൻ വെച്ച് കഴിഞ്ഞാലും മെഴുക്ക് പുരട്ടിയൊക്കെ ആക്കിയാലും. തോരനൊന്നും ആരും അങ്ങനെ കഴിക്കലില്ല, മെഴുക്ക് പുരട്ടി തന്നെയാണ് കേട്ടോ പയർ നമ്മൾ വെക്കലേ. 2 ദിവസത്തേക്കുള്ളതുണ്ട്. പിന്നെ മത്തങ്ങയുണ്ടെന്ന് കുറേ ദിവസമായിട്ട് പറയാം കേട്ടോ. നമ്മൾ മത്തങ്ങ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വിളയിക്കാൻ വേണ്ടി ചോദിച്ചായിരുന്നേ ചേച്ചിയുടെ അടുത്ത്. മത്തൻ കുറച്ച് ദിവസമായിട്ടൊരാഗ്രഹം മത്തൻ വിളയിച്ച് കഴിക്കാനായിട്ട്. ഇടയ്ക്ക് നേരത്തെ വീട്ടിലൊക്കെ നമ്മൾ വിളയിക്കുമായിരുന്നു അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട്. പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ മത്തങ്ങ ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും പറിച്ചിട്ട് വന്നു. പറഞ്ഞു ഇപ്പോൾ വിളയിക്കാൻ സമയമില്ല, അമ്മ എല്ലാവരും വയ്യാതെയൊക്കെ ആയിട്ട് അങ്ങനെ. എന്നാലും ഒരു കുഴപ്പമില്ല, പറിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും പയറൊന്ന് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഇപ്പോൾ മത്തങ്ങ പറിച്ചിട്ട് വരണം. മത്തങ്ങ എന്തെങ്കിലും കറിവെക്കുക, അല്ലെങ്കിൽ പയർ രാത്രി വല്ലതും വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പച്ചക്കറി എന്തെങ്കിലുമൊക്കെ. പിന്നെ വീട്ടിൽ പച്ചക്കറി വാങ്ങിയത് അങ്ങനെ പ്രത്യേകിച്ച് സാമ്പാറിനുള്ള എന്തൊക്കെയോ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. സാമ്പാറൊന്നും ആരും കൂട്ടുന്നില്ല. ജലദോഷമൊക്കെ ആയിട്ട് എല്ലാവർക്കും കൂട്ടാനൊക്കെ മടിയാണ്. പിന്നെ നമുക്ക് ആ മത്തങ്ങയും കൂടെ പോയി പറിച്ചിട്ട് വരാം. നല്ല പയറാട്ടോ. വീട്ടിൽ പോവാം. നമ്മൾ പയറൊക്കെ ഒന്ന് നനച്ച് കൊടുക്കാനായിട്ട് വന്നതാണ്. ചോളത്തിൽ പയറൊക്കെ പടർന്ന് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ വള്ളി ഒന്ന് കയറ്റി വിടണം. പിന്നെ ചോളത്തിനൊക്കെ
നമ്മൾ ചെറിയ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നനച്ച് കൊടുക്കണം. രാവിലെ അതും കൂടെ ഒന്ന് മോട്ടറും കൂടെ ഇട്ട് കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ. മോട്ടർ ഇട്ട് കൊടുത്താൽ പ്രത്യേകിച്ച് നമ്മൾ പിടിച്ച് നനയ്ക്കൊന്നും വേണ്ട. സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ട്, ചെറിയ സ്പ്രിങ്ക്ലറേ. അപ്പോൾ ഫുള്ള് നനഞ്ഞോളൂ, പമ്പി ഫുള്ള് നനഞ്ഞോളും. ഇടയ്ക്ക് അവിടെ എവിടെയൊക്കെ പോയിട്ടുണ്ട്, അവിടെ പിന്നെ ഒന്നുകൂടെ നട്ട് കൊടുക്കണം. പോയ ഭാഗത്ത് മാത്രമായിട്ട് ഇട്ട് കൊടുക്കണേ. സ്പ്രിങ്ക്ലർ ഇട്ട് കൊടുക്കാം. കഴിക്കാനായിട്ട് വന്നു കേട്ടോ. നമ്മൾ സ്പ്രിങ്ക്ലർ ഇട്ട് കൊടുത്തേക്കുക, നനയുന്നുണ്ട്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നമ്മൾ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പോയിട്ട് ഓഫാക്കണം. അപ്പോഴത്തേക്ക് അവിടെയൊക്കെ നന്നായിട്ട് നനയുവേ. വെയിൽ വരുമ്പോൾ അത്യാവശ്യം നല്ല വെയിൽ വരുന്നുണ്ട്. രാവിലെ സമയമാകുമ്പോൾ തണുപ്പുമുണ്ട് കേട്ടോ. വെയിൽ വരുമ്പോൾ പിന്നെ ആ ഒരു ഇതൊക്കെ മാറും, നന്നായിട്ട് മണ്ണ് ഉണങ്ങുവേ. അമ്മ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പുമാവും പഴവും പഞ്ചസാരയും രാവിലെ കഴിക്കുവാണ് കേട്ടോ. ചൂട് ചായയുണ്ട്. വെയിൽ വരുന്നേ ഉള്ളൂ, ചെറിയൊരു ഇളം വെയിലുണ്ട്. അപ്പോൾ അവിടെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുന്നതാണ്. ചട്ടൂരെ തണുക്കുകയും ചെയ്യും, എന്നാൽ ഇളം വെയിൽ കൊള്ളുന്നത് നല്ലതല്ല. അപ്പോൾ കൊള്ളുന്നിടത്തെങ്കിലും കൊള്ളട്ടെ കൊണ്ട് ഇളം വെയിൽ കൊള്ളാൻ വന്നിരുന്നു അവിടെ കട്ടില്ല. നമുക്ക് ഇനിയിപ്പോൾ 13-ാം തീയതി വീണ്ടും ഹോസ്പിറ്റലിൽ ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 13-ാം തീയതി ചെല്ലുമ്പോൾ PV ചെയ്ത് നോക്കണം. എന്നിട്ട് പിന്നെ അഡ്മിറ്റ് ആവണ കാര്യങ്ങളും എന്ന് അഡ്മിറ്റ് ആവണ്ടേ എന്നുള്ളതൊക്കെ പറയാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പോയിട്ട് സ്കാൻ ചെയ്തു, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ജലദോഷത്തിനും ചുമയൊക്കെ ഉള്ളതുകൊണ്ട് അത് പറഞ്ഞപ്പോൾ അതിന് മരുന്നൊന്നും പറഞ്ഞുകൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. പിന്നെ മരുന്നൊന്നും മാറ്റിയൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയുള്ളൂ അയണൊക്കെ കഴിക്കാനുള്ളത്. ഇനി 13-ാം തീയതി ആകുമ്പോൾ പോകണം. 13-ാം തീയതി അറിയാം കേട്ടോ ഇനി എന്ന് അഡ്മിറ്റ് ആവണ്ടേന്ന്, അതുപോലെ തന്നെ അന്ന് അഡ്മിറ്റ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. 20-ാം തീയതിയാണ് നമുക്ക് ഡേറ്റ് തന്നിരിക്കുന്നത്. സ്കാൻ ചെയ്യുന്ന സമയത്ത് ഡേറ്റ് പറയുമല്ലോ, അത് 20-ാം തീയതി പറഞ്ഞേക്കുന്നത്. ഇത് 37-ാമത്തെ ആഴ്ചയാണ്. പിന്നെ കഴിക്കട്ടെ ഉപ്പുമാവും പഴം. എന്നിട്ട് വേണം നമുക്ക് മത്തങ്ങ പറിക്കാൻ പോകാം. അപ്പോൾ മത്തങ്ങ പറിക്കാനായിട്ട് വന്നതാണ്. നല്ല മൂത്ത മത്തങ്ങയുണ്ട്. അപ്പോൾ നമുക്കൊരു മത്തങ്ങ പറിച്ചിട്ട് പോയിട്ട് നമുക്ക് നെല്ലിശ്ശേരി വെക്കാം കേട്ടോ. പിന്നെ ചേച്ചിയുടെ അവിടെ കുമ്പളങ്ങ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് നമുക്ക് പോകാവേ. നല്ലൊരു മൂത്ത മത്തങ്ങയാണ് നിൽപ്പുണ്ട്. നമ്മൾ നേരത്തെ താമസിച്ച വീടില്ലേ, ഇത് തൊട്ടടുത്ത് കമ്പനി തന്നെ ചേച്ചിൻ്റെ കേട്ടോ. അവിടെയാണ് നമ്മൾ മത്തങ്ങ പറിക്കാൻ വന്നത്. അപ്പോൾ നമുക്ക് മത്തങ്ങ പറിച്ചെടുക്കാവേ. അല്ല നല്ലൊരു മൂത്ത നല്ല മത്തങ്ങ കിട്ടിയിട്ട് അതൊക്കെ കൊണ്ടുപോയിട്ട് നെല്ലിശ്ശേരി വെക്കാവേ. ഒരു മുകളിൽ പോയിട്ട് ചേച്ചിയുടെ അവിടെ പോയിട്ട് കുമ്പളങ്ങ ഉണ്ടെന്ന് പറഞ്ഞാൽ അതും കൂടെ നോക്കി എടുത്തിട്ട് പോകാം കേട്ടോ. അമ്മ കത്തി തേച്ച് തരാനായിട്ടേ പാറപ്പൊടി എടുത്തു കേട്ടോ. നമ്മളിവിടെ കത്തി തേക്കുന്നതേ പാറ പൊടിച്ചിട്ട്, വെള്ളാരം കല്ലിൻ്റെ പാറ അത് പൊടിച്ചിട്ട് അതിലാട്ടോ. അപ്പോൾ നന്നായിട്ട് കത്തിക്ക് മൂർച്ച കിട്ടുവേ. വീട്ടിലോട്ടുള്ള ചെറിയ കറക്കത്തികളും അതുപോലെ തന്നെ ഈ വെട്ടുകത്തി വലിയ കത്തികളൊക്കെ പറമ്പിലോട്ടുള്ള കത്തികളൊക്കെ ഇങ്ങനെ തന്നെയാണ് തേക്കാറ്. പിന്നെ ആരം ഇടയ്ക്ക് അത് വെച്ചിട്ടും ചെയ്യാറുണ്ട്. കുറച്ച് പണിയായിട്ട് ഞാൻ തേച്ച് മൂർച്ച കൂട്ടിയെടുക്കലേ. വെള്ളാരം കല്ലിൻ്റെ പൊടി പൊടിച്ച് പിന്നെ നമ്മളങ്ങനെ കത്തിയേക്കുമ്പോൾ വലിയ വലിയ തരികളൊക്കെ ഉള്ളത് പോവേ. പിന്നെ വരുമ്പോൾ നൈസ് പൊടിയാവും. അപ്പം നന്നായിട്ട് നൈസ് പൊടിയാകുമ്പോൾ നന്നായിട്ട് മൂർച്ച കൂടി വരും. കുറച്ച് നേരം തേക്കണം ഇങ്ങനെ. കുഞ്ഞു വേണേ മാറി നിന്നോട്ടോടെ കുഞ്ഞാ, കത്തി തേക്കുമല്ലേ, പൊടി എടുത്ത് കളയാൻ പാടില്ല. നമുക്ക് മത്തങ്ങ മുറിച്ചിട്ട് നമുക്ക് എലിശ്ശേരി വെക്കാം കേട്ടോ. നല്ല മൂത്ത മത്തങ്ങയാണ്. നമുക്ക് കത്തിയും തേച്ച് തന്നിട്ടുണ്ട്. മുറിച്ച് നമുക്ക് എലിശ്ശേരി വെക്കാം.
എല്ലാം ചെത്തി എടുത്തു കേട്ടോ. ലാസ്റ്റത്തെയും കൂടെ നമുക്കിതും കൂടെ ഒന്ന് ചെത്തിയിട്ട് ഇനി മുറിച്ചെടുക്കാവേ. മത്തങ്ങ വേവാനായിട്ട് വെക്കാം കേട്ടോ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവാൻ വെക്കാം. അതിരുന്ന് വേവട്ടെ. മൺചട്ടി ആയതുകൊണ്ട് ഇപ്പോൾ എത്ര വെള്ളം വേണമെന്ന് അറിയില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അടച്ചുകൂടെ വെക്കാം. അപ്പോൾ എലിശ്ശേരിക്ക് നമുക്ക് ഒതുക്കി ചേർക്കാനായിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പില, വെളുത്തുള്ളി, ജീരകം, ചുവന്നുള്ളി, പിന്നെ കുറച്ച് കാന്താരി ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നമുക്കൊന്ന് ഒതുക്കി എടുത്തിട്ട് വരാം. മൊത്തം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി വെന്തിരിക്കുവാണെങ്കിൽ നമുക്കിതിലോട്ട് വേവിച്ച് വെച്ച പയറും കൂടി ചേർക്കാം. പയർ നമ്മൾ കുക്കറിൽ വേവിച്ചതാണേ. അപ്പോൾ അത് നമ്മൾ ഇതിലോട്ട് ചേർക്കുവാണ്. നമ്മൾ തേങ്ങ ചതച്ചൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതോടെ ഇതിലോട്ട് ചേർക്കുവാണേ. ചേർക്കേണ്ട വെള്ളം തീരെ കുറവാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കി ചേർക്കുന്നുണ്ട്. കടുക് വറുത്ത് നമ്മൾ അതിലോട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് അതും കൂടെ ഒന്ന് വറുത്ത് ചേർക്കുക കേട്ടോ. കടുക് വറുത്ത് തേങ്ങയും കൂടി ചൂടാക്കിയിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി എടുക്കാം കേട്ടോ. നമ്മുടെ എലിശ്ശേരിയിൽ കഞ്ഞിയാണ് കേട്ടോ കഴിക്കാനായിട്ട് എടുത്തത്. കഞ്ഞി, എലിശ്ശേരിയും പിന്നെ അച്ചാറ്, കൊണ്ടാട്ടമുളക്, പപ്പടം കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. പനിയൊക്കെ മാറിയിട്ടും കഞ്ഞി തന്നെയാണ് കേട്ടോ കൂടുതലും ഇതേ കഴിക്കാൻ പറ്റുന്നുള്ളൂ. മീനൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. മീൻ വറുത്തമുണ്ട്, പക്ഷെ മീനൊന്നും കഴിക്കാനേ പറ്റുന്നില്ല. അപ്പം കഞ്ഞി കുടിക്കുക കേട്ടോ. കുഞ്ഞും കഴിക്കാൻ മടിയായിട്ട് അവിടെ നമുക്ക് ദോശ മതി എന്നൊക്കെ പറഞ്ഞപ്പം അമ്മ ദോശ ഇട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഉള്ളിലുണ്ട്. കഴിക്കട്ടെ കേട്ടോ. അപ്പം ഇനി ഭക്ഷണം കഴിച്ചിട്ട് കുഞ്ഞിനൊന്ന് ഉറക്കാനായിട്ട് കിടന്നു. ഞാനും കൂടെ കിടന്ന് ഉറങ്ങി കേട്ടോ. പക്ഷേ റെസ്റ്റ് എടുത്തു, ക്ഷീണമുണ്ട്. അപ്പോൾ അങ്ങനെ റെസ്റ്റ് എടുത്തു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യണതിൻ്റെ വീഡിയോ അല്ല, എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ വേഗം പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രാവശ്യം കുറച്ച് ചവിട്ടി കുറച്ച് വൈകിട്ടാണ് എല്ലാം ചെയ്തത്. കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു, പിന്നെ കുറച്ച് സാധനങ്ങളൊന്നും എടുത്തു വെക്കാതെ അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു. ഞാൻ ആദ്യത്തെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എന്താണെന്നൊന്നും അറിയാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഇതിൽ വേഗം എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ നല്ല കോവിഡ് പടർന്ന് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒന്നും പുറത്തൊന്നും വാങ്ങാനും പറ്റത്തില്ല. അപ്പോൾ വേണ്ടതെല്ലാം വാങ്ങി നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊത്താനോന് നമ്മൾ ഡിസ്ചാർജ് ആയി വരുന്ന സമയത്താണ് കേട്ടോ ഉണ്ണേട്ടനൊക്കെ ഒന്ന് എടുക്കുന്നത് തന്നെ. അതുവരെ ഉള്ളിൽ നമുക്ക് ആർക്കും കയറി കാണാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു സമയത്ത്. അതുകൊണ്ട് പേടിയുള്ളതുകൊണ്ട് തന്നെ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച് ഒരു പ്രാവശ്യം എങ്ങനെ നമുക്ക് വേണമെങ്കിലും വാങ്ങാമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഹോസ്പിറ്റൽ മാറിയത്. കോട്ടത്തറ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്താണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ, അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോവുക. പിന്നെ അമ്മയോ ഉണ്ണേട്ടനോ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ബാക്കിയുള്ളത് കൊണ്ടുവരാൻ പറയാം, എടുത്ത് വെച്ചാൽ മതിയല്ലോ ഇവിടെ ഒരു ബാഗിലാക്കിയിട്ട്. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നതാണേ. പക്ഷേ പെട്ടെന്ന് പിന്നെ പ്ലാനിങ് ഒക്കെ മാറി മദർക്കെയറിലോട്ടായി. ആ പരിപാടിയൊന്നും നടക്കില്ല. വേണ്ട എന്താണെന്ന് വെച്ചാൽ എല്ലാം കൊണ്ടുപോകണം. അപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. ഇതിൽ ഉണ്ണേട്ട സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ കാണിക്കാത്ത. ഉണ്ണേട്ട വേറെ ബാഗിലാക്കി ഉണ്ണേട്ടൻ വെച്ചു. കുഞ്ഞിനുള്ള ബെഡ്, ബക്കറ്റ്, പിന്നെ നമുക്ക് അങ്ങനത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പുതിയ കൊണ്ടുപോകണ പാത്രം, സ്പൂണ്, തവി
പ്ലേറ്റ് സാധനങ്ങളൊക്കെ, പിന്നെ സോപ്പ് അങ്ങനത്തെയൊക്കെ. ഇതിപ്പോൾ സോപ്പും ബക്കറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ പ്ലേറ്റും സാധനങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ കുഞ്ഞിൻ്റെ ഒരു ബെഡും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ കുഞ്ഞിൻ്റെ ബെഡ് കൊണ്ടുപോകണോ എന്ന് ഡൗട്ടുണ്ട്, എങ്ങനെയാണെന്ന് അറിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ് വേണോ? നേരത്തെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്തായാലും വേണം. വാർഡിലായിരുന്നു കിടന്നിരുന്നത്. കോവിഡ് ആകുമ്പോൾ റൂമുണ്ടെങ്കിൽ തന്നെ കൊതുകുണ്ട്. അപ്പോൾ നമുക്ക് ബെഡ് എന്തായാലും വേണം. പിന്നെ കുഞ്ഞിനുള്ളൊരു ബെഡ് അപ്പോൾ ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നോർമലായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് പിന്നെ ഡെലിവറിക്ക് പോകുമ്പോൾ കൊണ്ടുപോകണം വിചാരിച്ചാണ്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ അകത്ത് കുറച്ച് പുതപ്പൊക്കെ ആട്ടോ, പുതപ്പ്, ബെഡ്ഷീറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അതൊരു 2-3 ബെഡ്ഷീറ്റ് വെച്ചിട്ടുണ്ട്. അമ്മയും ഉണ്ണേട്ടനും ഉണ്ടാവും. അപ്പം 2-3 ബെഡ്ഷീറ്റും കുറച്ച് കട്ടിയുള്ള ഒരു പുതപ്പും വെച്ചിട്ടുണ്ട്. ഒരുപാട് കട്ടിയുള്ളതല്ല, നോർമലായിട്ടുള്ള കുറച്ച് കട്ടിയുള്ള ഒരു പുതപ്പ്. അതും ആണ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഫയൽ, പിന്നെ ഒരു വലിയ പെട്ടിയിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ബാഗുണ്ട്. ഈ ബാഗിൻ്റെ അകത്ത് ഫുള്ള് കുഞ്ഞിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. കുഞ്ഞിൻ്റെ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് മാത്രമായിട്ട് ഞാൻ വെച്ചോട്ടെ. ഈ ഒരു ബാഗിൻ്റെ അകത്ത് മാത്രമായിട്ട് അതിൽ കൊള്ളാനുള്ള സാധനങ്ങളേ ഉള്ളൂ. ഡയപ്പർ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ കൊള്ളാത്ത സാധനമായിട്ടുള്ളത് ബാക്കിയൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ വെച്ചു. കുഞ്ഞിൻ്റെ ഉടുപ്പ്, വെള്ളത്തുണി സാധനങ്ങൾ ഫുള്ള് ഇതിൻ്റെ അകത്തുണ്ട്. അതെന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഇതിലൊരു വെറ്റ് വൈപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മദർ സ്പ്ലാഷ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വെറ്റ് വൈപ്പാണ്. വാട്ടറാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഇതിൽ കണ്ടൻറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല വെറ്റ് വൈപ്പാണ്. തനുവിന് തന്നെയായിട്ട് ഉപയോഗിച്ചത്. ഈ വെറ്റ് വൈപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടക്കുകയൊക്കെ ചെയ്ത് ഒന്ന് കഴുകിയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ നല്ലൊരു അതിൻ്റെ മെറ്റീരിയൽ അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുഞ്ഞിനെ വെറുതെ ഇപ്പം ചിലപ്പോൾ ആ വെറ്റ് വൈപ്പ് തന്നെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് മുഖമൊക്കെ തുടയ്ക്കാനൊക്കെ ആയിട്ട് എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഒരു കുഞ്ഞ് ടവലും പിന്നെ തുപ്പി കയ്യിലിട്ട് കൊടുക്കുന്നത്. ഇതൊന്നും തനുവിനൊന്നും ഉപയോഗിച്ചിട്ട് തന്നെ ഇല്ല കേട്ടോ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ സമയത്ത് അറിയത്തില്ല. അപ്പോൾ ഒന്ന് വാങ്ങി കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റയിൽ നിന്ന് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ എടുത്ത് വെച്ചു. പക്ഷെ ഉപയോഗിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ തുടയ്ക്കാനാണെങ്കിൽ തന്നെ നമ്മുടെ അടുത്ത് വെള്ളത്തുണികൾ വേറെ ഉണ്ടാവും. പിന്നെ ഈ കുഞ്ഞു തുണിയായിട്ട് ഇത് എടുക്കാറ് തന്നെ ഇല്ല കേട്ടോ. പിന്നെ കയ്യിൽ സോക്സ് അങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുത്തിട്ടേ ഇല്ല. പിന്നെ ഞാനത് ഒന്നെടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിന് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ തനുവിനൊക്കെ പോയപ്പോൾ വേണ്ടാത്ത കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഡെലിവറിക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അതൊക്കെ കഴിയുമ്പോഴാണ് ഒരുപാട് സാധനങ്ങൾ വേണ്ടാത്തതുണ്ടായിരുന്നത് കേട്ടോ. ഇതും ശരിക്കും ഉപയോഗിക്കുമെന്നൊന്നും അറിയില്ല, ചിലപ്പോഴും ഉപയോഗിക്കുള്ളൂ. എന്നാലും എടുത്ത് വെച്ചത് പറ്റും. പിന്നെ ഈ ഒരു കവറിൽ സിപ്ലോക്ക് കവറുണ്ട് കേട്ടോ. സിപ്ലോക്ക് കവർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് കുഞ്ഞിൻ്റെ തുണികൾ സാധനങ്ങളൊക്കെ എടുത്തേക്കുന്നത്. ഇതൊന്നും ഞാൻ ഇപ്പോൾ വാങ്ങിയതല്ല കേട്ടോ. ഇതൊക്കെ തനുവിൻ്റെ ഡെലിവറിക്ക് പോയ സമയത്ത് വാങ്ങിയതാണ്. അന്ന് വാങ്ങിയ കവറിലാണ് ഇങ്ങനെ സെറ്റായിട്ട് എത്രയാണ് 20 കവറോ 30 കവറോ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് 2-3 സൈസിലുണ്ടായിരുന്നു കേട്ടോ. വലിയ കവർ, പിന്നെ ഇതിൻ്റെ ചെറുത്, അതിൻ്റെ ചെറുത്, അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് തനുവിൻ്റെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കവറൊക്കെ അങ്ങനെ തന്നെ എടുത്തു വെച്ചു. എല്ലാം പല്ലിയറ വീട്ടിൽ സേഫായിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഇടയ്ക്ക് പോയിട്ട് ഇതൊക്കെ എടുത്തു. അപ്പോൾ ആ കവറുകളുണ്ടായിരുന്നു, അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ അകത്ത് കുഞ്ഞിനുള്ള ഈ സ്ലീപ്പിംഗ് സ്യൂട്ടില്ലേ, അങ്ങനത്തെ 2-3 എടുത്തിട്ടുണ്ട് കേട്ടോ. 4 എടുത്തിട്ടുണ്ട്. ഒരുപാട് ഉപകാരമുള്ളതായിട്ട് എനിക്ക് തോന്നിയേക്കുന്ന ഒരു ഡ്രസ്സായിട്ട് ഈ സ്ലീപ്പിംഗ് സ്യൂട്ട്. കുഞ്ഞുങ്ങൾ രാത്രി കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരെ കയ്യിൽ നിന്ന് ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയാലും കൊതുകടിക്കാതിരിക്കാനും പിന്നെ നമുക്ക് എപ്പോഴും പുതച്ച് കൊടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ സ്ലീപ്പിംഗ് സ്യൂട്ടൊരു 3-4 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞ് കെട്ടുടുപ്പുകളില്ലേ, വെള്ള, അതിന് തന്നെ പ്രസ് ബട്ടൻ്റെ ഉണ്ട്, കെട്ടുന്നതും ഉണ്ട്. അങ്ങനത്തെ ഒരു 10-12 എടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ മാറി ഇടുമ്പോൾ വേണ്ടി വരുമായിരിക്കും, മാറി ഇട്ട് കൊടുക്കേണ്ടി വരുമല്ലോ. അതിൽ കെട്ടുന്നത് നമുക്ക് പെട്ടെന്ന് ഇട്ട് കൊടുക്കാൻ എളുപ്പം ശരിക്കും എനിക്ക് തോന്നുന്നത് കെട്ടുന്ന കേട്ടോ. എപ്പോഴും നമ്മളിങ്ങനെ കെട്ടി കൊടുക്കണം എന്നില്ല, ചിലപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യുക. തനുവിന് അങ്ങനെയായിരുന്നു കേട്ടോ. എപ്പോഴും ഇത് മാറുകയല്ലേ. പിന്നെ ചില സമയത്ത് നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കിട്ട് പ്രസ് ബട്ടനൊക്കെ ആയിട്ട് ഇട്ടും കൊടുക്കാം. കൂടുതലും വെള്ള കളറിലുള്ളതാണ് കേട്ടോ. വെള്ളയിൽ പ്രിൻ്റ്, കുഞ്ഞു പ്രിൻ്റൊക്കെ ആയിട്ടുള്ള കെട്ടുടുപ്പുകളാണ് കേട്ടോ. കുഞ്ഞിൻ്റെ ഉടുപ്പ്, പിന്നെ കുഞ്ഞിൻ്റെ സോപ്പ് സാധനങ്ങൾ, അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ കൂടുതലായിട്ടും ഇൻസ്റ്റഗ്രാം പേജായ കംപ്ലീറ്റ് എക്സ്പെക്റ്റേഷൻ, അതുപോലെ തന്നെ മീ ആൻഡ് മമ്മ, ഈ 2 പേജിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിയിരിക്കുന്നത്. അതെന്നാകുമ്പോൾ നമുക്ക് വേണ്ടത് എല്ലാ സാധനങ്ങളും, നല്ല ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്ക് വേണ്ടത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് അങ്ങനെ
നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം കേട്ടോ. നമുക്ക് വേണ്ടതിനനുസരിച്ചിട്ട് വാങ്ങിയാൽ മതി. അപ്പം ഞാൻ പേജ് എന്തായാലും 2 പേജും ടാഗ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണേ. പിന്നെ ഇതിൻ്റെ ഈ ഒരു കവറിൻ്റെ അകത്ത് തോർത്തും അതുപോലെ തന്നെ കുഞ്ഞിന് തുടയ്ക്കാനൊക്കെയുള്ള തുണികൾ തന്നെയാണ് കേട്ടോ. കുളിപ്പിച്ചിട്ട് അല്ലെങ്കിൽ മേല് തുടച്ച് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടുള്ള തോർത്തും. ഇത് നമ്മൾ ഇവിടെ പോയിട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ. കൈത്തറിയുടെ തോർത്ത് ഒരു തോർത്തെടുത്തിട്ടുണ്ട്. പിന്നെ അല്ല നമുക്കൊരു പേജിൽ നിന്ന് അയച്ച് തന്നാണ് ഈ ഒരു തോർത്ത്. നന്നായിട്ട് വെള്ളം പോകുന്ന തോർത്തായിട്ട് തുടച്ചൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് അതൊരു 3-4 എടുത്തിട്ടുണ്ട്. ഈ വെള്ളം പെട്ടെന്ന് പോകുന്ന ടൈപ്പായിട്ടോ എടുത്തിട്ടുള്ളൂ. അതെല്ലാം കൂടെ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ടുള്ളത് ക്വിക്ക് ഡ്രൈ ഷീറ്റില്ലേ, അങ്ങനത്തെ 2 ഷീറ്റും എടുത്തിട്ടുണ്ട്. വെള്ളം മുണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു കവറിൽ. വെള്ളം മുണ്ട് ഒരു 2-3 എടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ വേണമെന്ന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആകെ ഒരു വെള്ളം മുണ്ട് വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒന്നും കൊണ്ടുപോകാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഒരു 2 വെള്ളം മുണ്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വെള്ളം മുണ്ട് ഹോസ്പിറ്റലിൽ അവർ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാനായിട്ട് ഒരു വെള്ളം മുണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് കുഞ്ഞിൻ്റെ ഈ ടർക്കികളാട്ടോ. അതൊരു 3-4 എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടർക്കികളാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഈ മീ ആൻഡ് മമ്മ അതുപോലെ തന്നെ കംപ്ലീറ്റ് എക്സ്പെക്റ്റേഷൻ ആ പേജിൽ നിന്നൊക്കെ വാങ്ങിയതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടർക്കികൾ. അങ്ങനെ ഒരു 4-5 ടർക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ബാഗിൽ. ഇനി ഈ വലിയ ബാഗിൽ ഇനിയുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഇത് ഫുള്ള് എൻ്റെ ഡ്രസ്സുകളാണ് ഈ ഒരു സഞ്ചിയിലാക്കി വെച്ചേക്കുന്നത്. പിന്നെ കുഞ്ഞിനുള്ള ഡയപ്പറും ഒരു സിപ്ലോക്ക് കവറിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയും ഡയപ്പറും കൂടി എടുത്തിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സെന്ന് പറയുമ്പോൾ ഞാൻ ഇതിനകത്ത് നമുക്ക് ഈ ഫ്രോക്ക് നൈറ്റി ഇങ്ങനത്തെ മോഡൽ നൈറ്റി ഇതൊക്കെ ഫീഡിങ് ഓപ്ഷൻ ഉള്ള നൈറ്റികളാണ്. പക്ഷേ ഇങ്ങനത്തെ നൈറ്റികൾ ഞാൻ അധികം അങ്ങനെ എടുത്തിട്ടില്ല. കൂടുതലും ഫ്രണ്ടിൽ ഫ്രില്ല് വരുന്ന മാതിരി കുറച്ച് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലൂസായിട്ടുള്ള ഫുൾ ലെങ്ത്തിൽ വരുന്ന നൈറ്റികളാണ് കേട്ടോ ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള നൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈപ്പ് നൈറ്റികളാണ്. ഈ നോർമലായിട്ടുള്ള നൈറ്റി നമ്മൾ സാധാരണ അമ്മമാരൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ടൈപ്പ് നൈറ്റിയാണ് ഇത്. ഇപ്പോൾ നന്നായിട്ട് ഫ്രില്ല് വന്നിട്ടുണ്ട്. ബാക്കിലും വരുന്നുണ്ട്, ബാക്ക് സൈഡും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇടുമ്പോൾ നല്ല ലൂസും ആയിരിക്കും, നല്ല കംഫർട്ടബിളും ആയിരിക്കും. ഫ്രോക്ക് നൈറ്റി പോലെ എവിടെയും ഒരു വയറിൻ്റെ അവിടെ ഒന്നും ഒരു പിടുത്തം ഉണ്ടാവില്ല. നമ്മൾ വയറൊക്കെ കെട്ടുവാണെങ്കിൽ തന്നെ നല്ല ലൂസായിട്ട് കിടക്കും. അപ്പോൾ അങ്ങനത്തെ നൈറ്റികൾ മാത്രമേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ഫുൾ ഓപ്പൺ നൈറ്റി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഫുൾ ഓപ്പൺ നൈറ്റി ഇതും ഫ്രണ്ടിൽ വരുന്നതാണ് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും ഈ ഒരു ഫുൾ ഓപ്പൺ നൈറ്റി ഇത് ഇടുമെന്നുള്ളതൊന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ ഇതിന് മുന്നേ കഴിഞ്ഞ തനുവിൻ്റെ ഡെലിവറിക്ക് പോയപ്പോഴും കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അന്നും ഈ ഫുൾ ഓപ്പൺ ആയിട്ടുള്ള നൈറ്റി ഇട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കൊണ്ടുപോയ പോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്നു. ചിലപ്പോൾ ഇടുമോ ഇല്ലയോന്നൊന്നും അറിയില്ല. എന്തായാലും എടുത്തു വെച്ചു. എടുത്തു വെച്ച് ആവശ്യം ഉണ്ടെങ്കിൽ എല്ലാവരും പറയും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു ഫുൾ ഓപ്പൺ ആയിട്ടുള്ള നൈറ്റി വേണം എന്നുള്ളത്. അതുകൊണ്ട് എടുത്തു വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരു ഈ ഫ്രില്ലുള്ള നൈറ്റീസ് നോർമൽ സിബിൻ്റെ ഒരു 4 നൈറ്റിയും പിന്നെ ഈ ഒരു ഫുൾ ഓപ്പൺ നൈറ്റിയും കൂടെ ആയിട്ട് 5 നൈറ്റിയും പിന്നെ നമുക്ക് വേണ്ട ബാക്കി സാധനങ്ങൾ തോർത്ത് അങ്ങനത്തെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു ഇതിലുള്ള. പിന്നെ 2 അടിപ്പാവാടയില്ലേ നമ്മുടെ, അതും കൂടി എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ വേണ്ടി വരുവാണെങ്കിൽ എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ആദ്യത്തെ ഡെലിവറിക്ക് പോയ സമയത്തും പാവാട യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കംഫർട്ടബിളായിട്ട് വാർഡും കൂടെ ഒക്കെ ആകുമ്പോഴേ ആദ്യം വാർഡായിരുന്നു. അപ്പം കോവിഡാകുമ്പോൾ റൂമൊന്നുമില്ല, വാർഡിൽ തന്നെയായിരുന്നു. അപ്പം നമുക്കെപ്പോഴും കുറച്ച് കംഫർട്ടബിളായിട്ട് ഞാൻ പാവാട ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ എനിക്ക് പാവാട ഇടാണ്ട് ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ പാവാട ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും ഇപ്പോഴും ഞാൻ 2 പാവാട എടുത്ത് വെച്ചിട്ടുണ്ട്. അന്നെന്ന് പറഞ്ഞാൽ തന്നെ ഡെലിവറി കഴിഞ്ഞ് 7ാമത്തെ ദിവസമായിട്ട് നമുക്ക് വീട്ടിലോട്ട് വരാനായിട്ട് പറ്റി. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പാല് നന്നായിട്ടായിട്ടുണ്ടായിരുന്നു. പാല് പിന്നെ പിഴിഞ്ഞ് കളഞ്ഞിട്ടേ കുഞ്ഞിന് കൊടുക്കാനായിട്ട് പറ്റുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബ്രസ്റ്റ് പമ്പ് അന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഡെലിവറി കഴിയുമ്പോൾ പാലുണ്ടാവുമോ ഇല്ലയെന്നൊന്നും അറിയാത്തതുകൊണ്ട് ബ്രസ്റ്റ് പമ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ പാല് പിന്നെ പിഴിഞ്ഞ് കളഞ്ഞിട്ടായിരുന്നു കുഞ്ഞിന് കൊടുക്കാനായിട്ടൊക്കെ തുടങ്ങിയത്. ആ സമയത്ത് പറഞ്ഞാൽ നമ്മുടെ വാർഡിൽ നിന്ന് ഒരുപാട് ദൂരം പോകണം, ബാത്റൂമിൽ പോകണം, കുറേ ദൂരം പോകണമായിരുന്നു കേട്ടോ. അമ്മ അലക്കാനൊക്കെ പോവുക, വേറെ ആർക്കും നിൽക്കാനും പറ്റില്ല, ഒരാൾക്ക് കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. അമ്മ അലക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ കുഞ്ഞിനെ അടുത്തുള്ള അരയിൽ ഏൽപ്പിച്ചിട്ട് വേണം പോകാനായിട്ട്. ബാത്റൂമിൽ പോവുകയോ അല്ലെങ്കിൽ പാലൊന്ന് പിഴിഞ്ഞ് കളയാനോ കുഞ്ഞിന് പാല് കൊടുക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. ഇപ്പോഴൊന്നും പിന്നെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് വാർഡിലാണെങ്കിലും ഉള്ളിൽ തന്നെ ബാത്റൂമുള്ള വാർഡുകളൊക്കെയാണ് ഇപ്പോൾ. അല്ലെങ്കിൽ റൂമാണെങ്കിലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമുള്ള റൂമുണ്ട്, അല്ലാത്ത റൂമുണ്ട്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വാർഡുകളും കാര്യങ്ങളൊക്കെ
കോവിഡിൻ്റെ ഭയങ്കരമായിട്ട് ആയ സമയത്ത് എവിടെ നിന്നൊക്കെയോ കുറേ സ്റ്റാഫൊക്കെ കൊണ്ടുവന്ന് അവരെ നിർത്താനും പിന്നെ കുറേ സ്ഥലങ്ങൾ അടച്ചിടുകയും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അതായത് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു. പുറത്തൊന്നും ആർക്കും വരാൻ പറ്റില്ല, നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഈ ബ്രസ്റ്റ് പമ്പ് ഞാൻ കൊണ്ടുപോയതുകൊണ്ട് എനിക്ക് നല്ല ഉപകാരമായിരുന്നു. ഈ ഒരു പ്രാവശ്യം ഞാൻ ബ്രസ്റ്റ് പമ്പ് എടുക്കുന്നില്ല. ആദ്യം വിചാരിച്ച് കൊണ്ടുപോയി, ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെ എത്ര ദിവസം കിടക്കണം എന്നൊന്നും അറിയില്ല, അപ്പോൾ എങ്ങനെയാണെന്നും അറിയാത്തതുകൊണ്ട് അങ്ങനെ വിചാരിച്ചു. പിന്നെ എന്തായാലും അച്ഛനമ്മ ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരോട് കൊണ്ടുവരാൻ പറയാമെന്ന് വെച്ചാൽ ഇവിടെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അത്. പിന്നെ ഇതിൽ വേറെ കുറച്ച് സാധനങ്ങൾ ഉള്ളത്, നമുക്ക് വേണ്ട പാഡ്, ഡെലിവറി കഴിയുമ്പോൾ യൂസ് ചെയ്യുന്ന പാഡ്, അതിൻ്റെ തന്നെ പിന്നെ ഇതിനകത്ത് ഈ സൈഡിലായി പെട്ടിയുടെ സൈഡിലായിട്ട് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിനുള്ള ഡയപ്പർ റാഷസിൻ്റെ ക്രീമാണ്, പിന്നെ ബോഡി ക്രീമുമാണ്. റാഷസിൻ്റെ ക്രീം ഉപകാരമുള്ള പോലെ തോന്നിയിരിക്കുന്നത് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നമ്മുടെ ഡയപ്പർ മാറി മാറിയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്തായാലും റാഷസിൻ്റെ ക്രീം ഇല്ലെങ്കിൽ അവർക്ക് റാഷസ് എന്തായാലും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റാഷസിൻ്റെ ക്രീം വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡെലിവറി കഴിയുമ്പോൾ യൂസ് ചെയ്യുന്ന പാഡ്, അതിൻ്റെ ഡിസ്പോസിബിൾ പാൻറ്റീസും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് എത്ര യൂസ് ചെയ്യുന്നുള്ളത് സംശയമാണ് കേട്ടോ. ആദ്യത്തെ കുഞ്ഞിൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്തും നമ്മൾ അപ്പോൾ വേറൊരു ടൈപ്പിലുള്ള ഒരു പാഡായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫുള്ളായിട്ട് ഡയപ്പർ പോലെ ഫുള്ള് കവർ ചെയ്യുന്നത്. അങ്ങനെ വന്നപ്പോൾ സ്റ്റിച്ച് നന്നായിട്ട് വേദനയായിട്ടുണ്ടായിരുന്നു, ഒരുപാട് സ്റ്റിച്ചും ഉണ്ടായിരുന്നു. കുഞ്ഞിനെ വാക്യൂം ഉപയോഗിച്ചിട്ടായിരുന്നു തനുവിനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിലൊക്കെ സ്റ്റിച്ച് ഉണ്ടായിരുന്നു, എന്നിട്ട് അത് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല, ഉണങ്ങാൻ നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാഡും കൂടെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഉണങ്ങാതെ ഒരുപാട് ബുദ്ധിമുട്ട്. അത് കഴിയുമ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ഇനി പാഡ് യൂസ് ചെയ്യേണ്ട, പകരം വൈറ്റ് ക്ലോത്ത് തന്നെ യൂസ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനും കൂടെ വിചാരിച്ചിട്ടാട്ടോ വെള്ള മുണ്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഉപയോഗിക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ സ്റ്റിച്ചൊക്കെ ഉണങ്ങാനായിട്ട് സ്റ്റിച്ച് ഉണങ്ങാന്ന് വെച്ചാൽ നമുക്ക് ഉപ്പ് വെള്ളത്തിൽ ചെറിയ ഇളം ചൂടിൽ ഉപ്പിട്ടിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് ഇതുപോലെ ഒരു പാത്രം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതെന്തായാലും ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലാണ് നമുക്ക് ക്ലോസറ്റിൽ വെച്ചിട്ട് അതിൽ വെള്ളം നിറച്ച് അതിലിരുന്നാൽ മതി. നമുക്ക് സ്റ്റിച്ചൊക്കെ ഒന്ന് ഉണങ്ങാനായിട്ട് നല്ലതാണ്. പിന്നെ ഇപ്പം സ്റ്റിച്ച് ആണെങ്കിലും ഒരുപാട് ചൂട്ടിലിരിക്കാനും പറ്റില്ല, സ്റ്റിച്ച് പൊട്ടിപ്പോവും, തന്നെ പോകുന്ന സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ അല്ലേ. ഇപ്പോൾ ഡോക്ടറോട് ചോദിച്ചിട്ടേ അതിലൊക്കെ ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ എന്തായാലും ഞാനത് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രം കഴിഞ്ഞ തനുവിൻ്റെ ഡെലിവറി കഴിഞ്ഞ ഒരു മാസം 1.5 മാസത്തോളം സ്റ്റിച്ച് വേദനയും ബുദ്ധിമുട്ടും ഉള്ളതുകൊണ്ട് നന്നായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതെടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ബ്രസ്റ്റ് പാഡ് എടുത്തിട്ടുണ്ട്, ഒരു കവർ, അങ്ങനെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് പാലൊക്കെ ലീക്ക് ആവുകയാണെങ്കിൽ, ചിലപ്പോൾ ഒരു സൈഡ് കൊടുക്കുമ്പോൾ ഒരു സൈഡ് പാല് ലീക്ക് ആവുകയാണെങ്കിൽ അപ്പോൾ വെക്കുന്നതാണ് കേട്ടോ. കഴിഞ്ഞ തനുവിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 2 മാസം കഴിയുന്ന ഒരു 3 മാസം അടുപ്പിച്ചോളം നന്നായിട്ട് പാലുണ്ടായിരുന്നു കേട്ടോ. ഒരു നല്ല ബുദ്ധിമുട്ടായിട്ട് പുറത്തൊക്കെ പോയിട്ട് പാൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ലീക്ക് ആവുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്രാവശ്യം നേരത്തെ തന്നെ വാങ്ങി വെച്ചു കേട്ടോ ഈ ബ്രസ്റ്റ് പാഡ്. അപ്പോൾ അതിൻ്റെ ഒരു കവർ കൊണ്ടത് ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റത്തെ ഇതും കൂടെ ഉള്ളൂ കേട്ടോ. അതോടെ കഴിഞ്ഞ് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ്. ഇത് നമ്മുടെ വയർ കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് കംപ്ലീറ്റ് എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞ പേജിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഞാനിത്. നല്ല ക്ലോത്താണ് കേട്ടോ, നല്ല ഒരു നമുക്ക് എയർ സർക്കുലേഷനൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ നല്ലൊരു ക്ലോത്ത്. നമുക്ക് വയറ് കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. പുറകിലോട്ട് വെച്ചിട്ട് നമുക്കിങ്ങനെ വള്ളിയുണ്ട്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കെട്ടാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മ വെള്ളത്തുണി വെച്ച് പയ്യൊന്ന് കെട്ടിത്തരും. ഒരുപാട് മുറുക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല കേട്ടോ. അമ്മ അങ്ങനെ മുറുക്കി കെട്ടത്തുമില്ല, ജസ്റ്റ് ഒരു സപ്പോർട്ടിന് വേണ്ടി കെട്ടിത്തരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കെട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതെന്താണെന്ന് പറയുക, വയറൊരു ബലമില്ലല്ലോ, വെള്ളം നിറച്ച ബലൂട് പോയ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് കുറച്ച് അങ്ങോട്ട് കയറും, പിന്നെ കുറച്ച് ഇറങ്ങിപ്പോവും, പിന്നെ കെട്ടിയെടുത്തൊന്നും ഉണ്ടാവില്ല. ഇതാണ് പക്ഷേ കറക്റ്റായിട്ട് നിൽക്കും. അതുകൊണ്ട് അത് വാങ്ങി ഒന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞിന് പുറത്തൊക്കെ പോകുമ്പോൾ പാല് കൊടുക്കാനായിട്ട് പറ്റുന്ന സംഭവമാണ് കേട്ടോ. അത് കഴുത്തിൽ കൂടി ഇട്ടാൽ കുഞ്ഞിന് പാൽ കൊടുക്കാം. അവിടെ നിന്ന് വരുന്ന സമയത്ത് 10-40 കിലോമീറ്റർ അല്ലേ, ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇടയ്ക്ക് പാലൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് ഇതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഉപകാരമുള്ളതാണ് കേട്ടോ. ഈ പാൽ കൊടുക്കുന്നത് നമ്മളിപ്പോൾ കാറിലൊക്കെ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പുറത്തായിട്ട് പെട്ടെന്നൊന്ന് കുഞ്ഞ് കരഞ്ഞാൽ പാൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട, അത് കഴുത്തിൽ കൂടി ഇട്ടിട്ട് കുഞ്ഞിന് ഉള്ളിൽ കൂടെ പാൽ കൊടുത്താൽ മതി. അപ്പോൾ അതിനുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്, പാൽ കൊടുക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്ര സാധനങ്ങളേ ഉള്ളൂ. ഇതിലിപ്പോൾ ഞാൻ കാണിക്കാത്തത് ഉണ്ണിയേട്ടന് എടുത്തു വെച്ച സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് വേറൊന്നും. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാനായിട്ടും പറഞ്ഞിട്ടില്ല. ഡെലിവറിക്ക് കയറുന്ന സമയമാകുമ്പോൾ അവർ അവിടെ നിന്ന് നമുക്ക് അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളും തരാമെന്നാണ് കേട്ടോ പറഞ്ഞത്.
തനുവിൻ്റെ ഡെലിവറിക്ക് പോയപ്പോൾ പിന്നെ നമ്മുടെ ബേബി ബെഡ് അതൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞുങ്ങൾക്കുള്ള ബെഡ് അവിടെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കിട്ടുമായിരുന്നു കേട്ടോ. അപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലാകുമ്പോൾ അട്ടപ്പാടിയും കൂടെ ആകുമ്പോൾ ആരെയിലൊക്കെ ആയിട്ട് ഇങ്ങനെ എത്ര ബെഡ് ഹോസ്പിറ്റലിനായിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ നമുക്ക് തനുവിൻ്റെ ഡെലിവറിക്ക് പോകണ കറക്റ്റ് സമയത്ത് അങ്ങനെ ബെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ബെഡ് വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് ബെഡ് കേട്ടോ. നമുക്കൊരു മാസമൊക്കെ തന്നെ കഷ്ടി കിടത്താനായിട്ട് പറ്റുള്ളൂ. കുഞ്ഞ് ബെഡായിരുന്നു. പക്ഷേ ഹോസ്പിറ്റൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. നമുക്ക് ബെഡിൻ്റെ സൈഡിലാണെങ്കിലും കിടത്താൻ കുറച്ച് സ്ഥലം മതിയായിരുന്നു. നല്ല ബെഡുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ബെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് അധികം നാൾ കിടത്താൻ പറ്റുന്ന വലിയ ബെഡൊക്കെയല്ലേ നമ്മൾ വാങ്ങുള്ളൂ. ഒരു മാസത്തേക്കായിട്ട് നമ്മൾ ബെഡ് വാങ്ങില്ലല്ലോ. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെക്കണം. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മുടെ അടുത്ത് 13-ാം തീയതിയാണ് ചെല്ലാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ജനുവരി 13-ാം തീയതി. 20-ാം തീയതിയാണ് നമുക്ക് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. 13-ാം തീയതി ഒന്നും കൂടെ ചെല്ലാൻ പറഞ്ഞിട്ട് ചെന്നൊന്ന് PV ഒക്കെ ചെയ്ത് നോക്കും. എന്നിട്ട് അഡ്മിറ്റ് ആവണമെന്നോ അതഞ്ഞ് പോയിട്ട് വേറൊരു ദിവസം വരാൻ എന്താണെന്ന് വെച്ചാൽ അന്ന് പറയാമെന്ന് കേട്ടോ പറഞ്ഞതേ. അന്ന് പോകുന്നത് നമ്മൾ പ്രത്യേകിച്ച് ചിലപ്പോൾ സാധനങ്ങളൊന്നും കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല. എൻ്റെ ഒരു ഇത് വെച്ച് എനിക്ക് തോന്നലുമില്ല. നമുക്കിന്നെ ഒരു 13-ാം തീയതി ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൊണ്ടുപോകും, അല്ലെങ്കിൽ കൊണ്ടുപോകില്ല കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് സംഭവം എല്ലാം റെഡിയാക്കി ഒന്ന് പാക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ അന്നിട്ട് വെച്ച നെല്ലിക്കാരിഷ്ടമായിട്ടുണ്ട് കേട്ടോ. 40-41 ദിവസം ആകുമ്പോൾ എടുക്കേണ്ടതാണ്. നമുക്ക് പനിയൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കാതിരിക്കുമായിരുന്നു കേട്ടോ. നന്നായിട്ട് എന്നിട്ട് നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അരിഷ്ടമായിട്ടുണ്ട്. ചെറിയൊരു ഭരണിയിലുമുണ്ട്. ഒരു പാത്രത്തിലും കൂടി ഉണ്ട് കേട്ടോ. അത് പിന്നെ ആയിട്ടില്ല, കുറച്ചും കൂടെ വൈകിട്ടായിട്ടത്. ഇതാ വലിയ നെല്ലിക്ക വെച്ചൊന്ന് ഇട്ട് നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ടതാണ്. ഇതിൻ്റെ അത് കുറച്ച് ചെറിയ നെല്ലിക്കയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കാട്ടുനെല്ലിക്ക ഈ മുകളിൽ നിന്ന് മലയിൽ പോയിട്ട് പറിച്ചിട്ട് വന്നതാണ്. കുറച്ച് നെല്ലിക്ക കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കാട്ടുനെല്ലിക്ക നമുക്ക് വാങ്ങാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം കൂടെ ഇട്ടാണ് ചെറിയ ഭരണിയിൽ തുറന്ന് നോക്കാട്ട് എന്താ അവസ്ഥ എന്ന്. ഇതിൽ പിന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നീര്. ചെറിയ അരിഷ്ടം നമ്മൾ അരിച്ചെടുത്തു കേട്ടോ. കുറച്ച് കിട്ടി. ഇത് കുറച്ചേ ഉണ്ടാവുള്ളൂ. കാട്ടുനെല്ലിക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിയ നീരുണ്ടാവില്ലേ. നീര് നല്ല മണമുണ്ട് കേട്ടോ. നമുക്ക് അരിച്ചെടുക്കാവേ. നല്ല അരിഷ്ടത്തിൻ്റെ മണം വരുന്നുണ്ടേ. നമ്മൾ അരിഷ്ടം എല്ലാം എടുത്തു കേട്ടോ. 3 കുപ്പി അരിഷ്ടം ഉണ്ടായിരുന്നു. 3 കുപ്പി എടുത്തു. 3 കുപ്പി എന്ന് പറഞ്ഞാൽ വലിയ കുപ്പിയിലുണ്ടായിരുന്നത് കുറച്ച് വലിയ നമ്മുടെ നെല്ലിക്ക നമുക്ക് അച്ചാറൊക്കെ ഇടാൻ നമ്മൾ വാങ്ങാൻ കിട്ടുന്ന വലിയ നെല്ലിക്ക അത് മിക്സ് ആയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ലൈറ്റ് കളറായിട്ടുള്ളൊരു അരിഷ്ടമാണ് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മൾ ചെറിയ നെല്ലിക്ക, നാടൻ നെല്ലിക്ക വാങ്ങിയിട്ട്, നാടൻ നെല്ലിക്കല്ല കാട്ടുനെല്ലിക്ക തന്നെ വാങ്ങിയിട്ട് ഇട്ടാണ് കേട്ടോ. അതും 2 തരത്തിലുള്ള നെല്ലിക്കയുണ്ട്. ഇത് കാട്ടുനെല്ലിക്ക മാത്രം ഇട്ടെടുത്ത് അരിഷ്ടമാണ് കേട്ടോ. സെറ്റ് സാധനമായിരിക്കും. അതാകുമ്പോൾ നീര് തീരെ കുറവാണ്. നമ്മളൊരു ഭരണി ഇട്ടിട്ട് നമുക്ക് ആകെ കിട്ടിയേക്കുന്നത് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇത്രയും നെല്ലിക്കയാണ് നമ്മൾ അരിഷ്ടമായിട്ട് എടുത്ത് നമുക്കതിൽ വീട്ടിൽ കൊടുക്കണം, ഏട്ടനൊക്കെ കൊടുക്കണം. 4 കുപ്പിയുണ്ട്, 4-5 കുപ്പിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം എടുത്ത് വെക്കാം. പിന്നെ വീട്ടിലോട്ടുള്ളതൊക്കെ കൊണ്ട് കൊടുക്കണം. കുറച്ചെടുത്ത് കുടിച്ച് വെക്കാം കേട്ടോ. ഇത് ഒരുപാടൊന്നും കുടിക്കാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ അകത്ത് വേറെ ഇതിന് ലഹരിയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ നന്നായിട്ട് കഴിച്ചൊക്കെ ദഹിക്കും. നന്നായിട്ട് ദഹിക്കുകയും ചെയ്യും. നമുക്ക് നല്ല നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവും. എനിക്കത് ഇച്ചിരി കുടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. രസമുണ്ട്. കഴിച്ചാൽ നമ്മൾ നെല്ലിക്ക കഴിച്ച പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. നെല്ലിക്ക ശർക്കരയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നെല്ലിക്ക കഴിച്ചുമ്പോൾ ഭയങ്കര മധുരം ഉണ്ടാവില്ല. ആ മധുരമാണ്. കൊള്ളാം. കുളിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ആവി പിടിക്കുകയാണേ. നല്ല ജലദോഷത്തിൻ്റെ ഇതുള്ളതുകൊണ്ട് നെബുലൈസും ചെയ്യുന്നുണ്ട്, കൂടെ ആവിയും കൂടെ പിടിക്കുന്നുണ്ട്. ഇത് മാറിക്കിട്ടിയാൽ മതി. ചുമ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ മേലൊക്കെ കഴിയുള്ളൂ. ഇപ്പോൾ ഒന്ന് ആവി പിടിക്കാനായിട്ട് ഇരിക്കുക. ചൂട് പുറത്ത് ഭയങ്കര തണുപ്പായിട്ട്, നല്ല തണുപ്പുണ്ട് ഇന്ന്. എത്രയെന്ന് പുറത്ത് ടെമ്പറേച്ചർ നോക്കിയിട്ടില്ല. നല്ല തണുപ്പുണ്ട്. അപ്പോൾ ചൂടാവിക്കാത്തിരിക്കണം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഞാൻ ആവി പിടിക്കട്ടെ കേട്ടോ. ആവി പിടിക്കുന്നതേ ഇൻഡക്ഷൻ കുക്കർ വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടായിട്ട് ആവി പിടിക്കുന്നത്. അപ്പോൾ ഇൻഡക്ഷൻ കുക്കർ ഇങ്ങനെ വെച്ച് പിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, തിളച്ച് വരാൻ പാടില്ല. അപ്പോൾ ഏറ്റവും കുറവിൽ ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് തള വരുമ്പോഴത്തേക്ക് തനിയെ നിൽക്കും, വീണ്ടും തള വരും, പിന്നെ തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് ചൂടും വരില്ല. ചെറിയൊരു ചൂടിൽ അങ്ങനെ കുറേ നേരം ആവി പിടിക്കാം.
അല്ലെങ്കിൽ നമ്മൾ വെള്ളം തിളപ്പിച്ചുകൊണ്ട് വന്നിട്ടാട്ടോ ആവി പിടിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആവി പോകും. ഇതാകുമ്പോൾ ഒരു ചെറിയ ഇതിൽ കുറേ നേരം അങ്ങനെ ആവി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നേരം ഞാൻ പിടിച്ചു. ഇനി കുറച്ച് നേരം കൂടെ പിടിച്ചിട്ട് നിർത്താം. കുറച്ചധികം സമയം പിടിക്കുന്നതല്ലേ. മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടേക്കുന്ന അടച്ച് വെച്ചേക്കുവാണ്. ഇനി കുറച്ചുകൂടെ ആവി പിടിക്കും. ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. കിടക്കാനായിട്ട് പോവുകയാണേ. ഒരു നല്ല തണുപ്പും. വയലിടല്ലേ, ഈ റബ്ബർ ബാൻഡ് വയലിടാൻ പാടില്ല. നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ രാത്രിക്ക് ഉണ്ണിയുടെ മന്തി റൈസ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കഞ്ഞിയൊന്നും പിന്നൊന്നും കുടിക്കാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. മന്തി റൈസ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. ഇനി കിടക്കാനായിട്ട് പോവുക. ഒരു ജലദോഷം, അത്യാവശ്യം നല്ല ജലദോഷം വന്ന് മാറിയതിൻ്റെ ആ ഒരു ക്ഷീണം ശരിക്കും വിട്ടിട്ടില്ല കേട്ടോ. നമുക്ക് എനിക്ക് ഇത്രയും ഈ കഫക്കെട്ട് ആദ്യമായിട്ടാട്ടോ ഉണ്ടാവുന്നത്. ഇതിനു മുന്നേ ഇതേപോലെ കഫക്കെട്ടേ ഉണ്ടായിട്ടില്ല. ശ്വാസമൊക്കെ എടുക്കുമ്പോൾ പ്രായമുള്ളവർ വലിക്കുന്ന പോലത്തെ സൗണ്ടൊക്കെ ഉള്ളെന്ന് കേൾക്കുന്നത്. അപ്പം ഇനി കിടക്കാനായിട്ട് പോവാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ, ടേക്ക് കെയർ. ടാറ്റ കൊടുക്കണമെന്നാ ഗുഡ് നൈറ്റ് പറയുമോ?